പിസ്സ ഹട്ട്, KFC, കോസ്റ്റ കോഫി, വാങ്കോ തുടങ്ങിയ പ്രമുഖ ഫുഡ് ബ്രാൻഡുകളുടെ ഫ്രാഞ്ചൈസ് നടത്തുന്ന ഒരു കമ്പനി. രാജ്യത്തെ ലാർജസ്റ്റ് ആൻഡ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ക്വിക്ക് സർവീസ് റെസ്റ്റോറന്റ് ഓപ്പറേറ്റർമാരിൽ ഒരാൾ. കമ്പനിയുടെ പേര് നിങ്ങൾക്ക് സുപരിചിതമായിരിക്കും. യെസ്, ദേവയാനി ഇന്റർനാഷണൽ. അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷ്യ സേവന വ്യവസായത്തിലെ ശ്രദ്ധേയമായ ഒരു കേസ് സ്റ്റഡിയായി ഇന്ന് നമുക്ക് ഈ കമ്പനിയുടെ പ്രകടനം പരിശോധിക്കാം. വെൽക്കം ബാക്ക് ടു ദ ന്യൂ എപ്പിസോഡ് ഓഫ് സ്റ്റോക്ക് ഡിസ്കവറി. രവികാന്ത് ജയ്പൂരിയയുടെ RJ കോർപ്പറേഷന്റെ ഭാഗമായി 1991 സ്ഥാപിതമായ ഈ കമ്പനി 14 രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒരു മൾട്ടിനാഷണൽ കോൺഗ്ലമറേറ്റ് ആയി മാറിയിരിക്കുകയാണ്. ബ്രാൻഡുകളുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫ്രാഞ്ചൈസിയായി പ്രവർത്തിക്കുന്ന ഒന്നിലധികം വിപണികളിലായി അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട ക്വിക്ക് സർവീസ് റെസ്റ്റോറന്റ് ശൃംഖലകളുടെ വിപുലമായ പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്യുന്ന കമ്പനി കൂടിയാണ് ദേവയാനി ഇന്റർനാഷണൽ. 2025 മാർച്ച് വരെയുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ, തായ്ലൻഡ്, നൈജീരിയ, നേപ്പാൾ എന്നിവിടങ്ങളിലായി ദേവയാനി ഇന്റർനാഷണൽ 2039 സ്റ്റോറുകൾ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. ഇത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഗണ്യമായ എക്സ്പാൻഷനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. വെല്ലുവിളി നിറഞ്ഞ വിപണി സാഹചര്യങ്ങൾക്കിടയിലും തുടർച്ചയായ വളർച്ചാ വേഗത പ്രകടമാക്കിക്കൊണ്ട് 2025 സാമ്പത്തിക വർഷത്തിൽ കമ്പനി 257 പുതിയ സ്റ്റോറുകൾ കൂട്ടിച്ചേർത്തു. ദേവയാനി ഇന്റർനാഷണൽ ലിമിറ്റഡിന്റെ CEO ആയ മിസ്റ്റർ രവികാന്ത് ജയ്പൂരിയയുടെ മക്കളാണ് ദേവയാനിയും വരുണും. ഈ പേരുകൾ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. ഈ പേരുകൾ രണ്ട് വമ്പൻ കമ്പനികളാണ്. യെസ്, അതർ ദാൻ ദേവയാനി ഇന്റർനാഷണൽ, ഇന്ത്യയുടെ ബിവറേജസ് സെഗ്മെന്റിൽ പ്രൊമിനന്റ് പ്ലെയർ ആയ വരുൺ ബിവറേജസും RJ കോർപ്പറേഷന്റെ സാമ്രാജ്യങ്ങളിൽ ഒന്നാണ്. വരുമാന സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കുന്നതിനും ഏതെങ്കിലും ഒരു വിപണിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനുമുള്ള ദേവയാനി എന്ന കമ്പനിയുടെ പ്രതിബദ്ധതയാണ് ഇന്റർനാഷണൽ എക്സ്പാൻഷൻ സ്ട്രാറ്റജി പ്രതിഫലിപ്പിക്കുന്നത്. 2024 $129 മില്യൺ പൂർത്തിയാക്കിയ തായ്ലൻഡിലെ 274 KFC റെസ്റ്റോറന്റുകളുടെ ഏറ്റെടുക്കലോടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഫുഡ് പ്രിന്റ് വികസിപ്പിക്കുകയും അന്താരാഷ്ട്ര വളർച്ചാ അവസരങ്ങളിൽ മാനേജ്മെന്റിന്റെ ആത്മവിശ്വാസം പ്രകടമാക്കുകയും ചെയ്യുകയാണ്. ദേവയാനി ഇന്റർനാഷണലിന്റെ കഴിഞ്ഞ 4 പാദങ്ങളിലെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് നോക്കുമ്പോൾ ഗ്രോത്ത് അച്ചീവ്മെന്റ്സിനൊപ്പം തന്നെ പ്രോഫിറ്റബിലിറ്റി ചലഞ്ചസും കാണാൻ സാധിക്കുന്നുണ്ട്. 2025 സാമ്പത്തിക വർഷത്തിൽ കമ്പനിയുടെ ഏകീകൃത വരുമാനം 4,951 കോടി രൂപയായി റിപ്പോർട്ട് ചെയ്തു. ഇത് 2024 സാമ്പത്തിക വർഷത്തിലെ 3,556 കോടി രൂപയിൽ നിന്ന് 39% വാർഷിക വർധനവിനെയാണ് സൂചിപ്പിക്കുന്നത്. കമ്പനിയുടെ 2025 സാമ്പത്തിക വർഷത്തിലെ ആദ്യ പാദം മുതൽ 4ാമത്തെ പാദം വരെയുള്ള പ്രകടനം നോക്കിയാൽ ഇയർലി ബേസിസിൽ റവന്യൂ നോട്ടബിൾ ആയ മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട്. തായ്ലൻഡിലെ KFC സ്റ്റോറുകളുടെ തന്ത്രപരമായ ഏറ്റെടുക്കലാണ് വരുമാന വളർച്ചയെ പ്രധാനമായും പിന്തുണച്ചത്. ഇത് മൊത്തത്തിലുള്ള പ്രകടനത്തിന് ഗണ്യമായ സംഭാവനയും നൽകി. അതേസമയം മാക്രോ എക്കണോമിക് ചാലഞ്ചസും QSR മേഖലയിലെ വർദ്ധിച്ച കോമ്പറ്റീഷനും കാരണം തന്നെ ഇന്ത്യയിലെ കമ്പനിയുടെ വളർച്ചയ്ക്ക് തിരിച്ചടി നേരിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കോസ്റ്റ് സ്ട്രക്ചർ അനാലിസിസ് ആൻഡ് മാർജിൻ പ്രഷർ എന്നിവ പരിശോധിക്കാം. ശക്തമായ വരുമാന വളർച്ച ഉണ്ടായിരുന്നിട്ടും വർദ്ധിച്ചു വരുന്ന പ്രവർത്തന ചെലവുകളും മൾട്ടിപ്പിൾ എക്സ്പെൻസ് കാറ്റഗറീസിലെ പണപ്പെരുപ്പ സമ്മർദ്ദങ്ങളും കാരണം കമ്പനി ഗണ്യമായ മാർജിൻ സമ്മർദ്ദം നേരിടുകയാണ്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം 2025 സാമ്പത്തിക വർഷത്തിലെ പ്രധാന കോസ്റ്റ് കോമ്പോണൻസ് നോക്കാം. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് കൺസ്യൂംഡ് 951 കോടിയാണ്. ഇയർ ഓൺ ഇയർ അടിസ്ഥാനത്തിൽ 18.4% വർദ്ധിച്ചു. എംപ്ലോയി ബെനിഫിറ്റ്സ് എക്സ്പെൻസിലേക്ക് വന്നാലും വാർഷികാടിസ്ഥാനത്തിൽ 10.4% വർധനയോടെ 455 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഫിനാൻസ് കോസ്റ്റ് പരിശോധിച്ചാലും 221 കോടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വാർഷികാടിസ്ഥാനത്തിൽ 28.6% വർധനവ്. ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ ഇയർ ഓൺ ഇയർ അടിസ്ഥാനത്തിൽ 19.8% വർദ്ധിച്ചുകൊണ്ട് 404 കോടി രൂപയിലേക്കും എത്തിയിട്ടുണ്ട്. ഇനി അതർ എക്സ്പെൻസ് പരിശോധിക്കാം. 15.6% വർധനയോടെ 1313 കോടിയായും ഉയർന്നു. വേജ് ഇൻഫ്ലേഷൻ, എക്സ്പാൻഷൻ റിലേറ്റഡ് ഹയറിംഗ് എന്നിവ കാരണമാണ് എംപ്ലോയീസ് കോസ്റ്റ് ഇത്രയുമധികം വർദ്ധിക്കാൻ കാരണമായത്. ഏറ്റെടുക്കലുകൾക്കും വിപുലീകരണ പ്രവർത്തനങ്ങൾക്കുമുള്ള വായ്പകൾ വർദ്ധിച്ചതിനാൽ കമ്പനിയുടെ ഫൈനാൻസ് കോസ്റ്റും ഗണ്യമായി വർദ്ധിച്ചു. മറ്റൊരു ഫാക്ടറായ പ്രോഫിറ്റബിലിറ്റി നോക്കുമ്പോൾ ദേവയാനി ഇന്റർനാഷണലിന്റെ ലാഭക്ഷമത
ഗണ്യമായ വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട്. വരുമാന വളർച്ചയെ സസ്റ്റൈനബിൾ ഏർണിംഗ്സ് ആക്കി മാറ്റാൻ കമ്പനി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്ന് കാണാം. 2025 നാലാം പാദത്തിൽ കമ്പനി 186 കോടി രൂപയുടെ ഗ്രോസ് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തു. എങ്കിലും സമാന പാദത്തിൽ കൺസോളിഡേറ്റഡ് നെറ്റ് ലോസ് 17 കോടി എന്ന നിലയിലേക്കും ഉയർന്നു. ഇത് തൊട്ട് മുൻപത്തെ പാദത്തിൽ 8 കോടിയായിരുന്നു. ഡിപ്രീസിയേഷൻ, ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ആൻഡ് എക്സെപ്ഷണൽ ചാർജസ് എന്നിവയിലെ സിഗ്നിഫിക്കന്റ് ആയ പ്രഷറാണ് നെറ്റ് പ്രോഫിറ്റബിലിറ്റി മോശമാകാൻ കാരണം. കമ്പനിയുടെ അഗ്രസീവായ എക്സ്പാൻഷൻ സ്ട്രാറ്റജി ഡിപ്രീസിയേഷൻ വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട്. ഇതും നെറ്റ് പ്രോഫിറ്റിനെ ബാധിച്ചു. റെസ്റ്റോറന്റ് ഓപ്പറേറ്റർമാരുടെ പെർഫോമൻസിനെ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പ്രധാന മെട്രിക്കാണ് സെയിം സ്റ്റോർ സെയിൽസ് ഗ്രോത്ത് അഥവാ SSSG. ഇന്ത്യൻ QSR ഇൻഡസ്ട്രിയിലെ പല പ്ലെയേഴ്സിന്റെയും കാര്യത്തിൽ SSSGയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ചലഞ്ചസ് നേരിടുന്നുണ്ട് എന്ന് കാണാം. ഇവിടെ ദേവയാനി ഇന്റർനാഷണലും കോർ ബ്രാൻഡ്സിൽ നിന്ന് ഈ ചലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട്. സെയിം സ്റ്റോർ സെയിൽസ് പെർഫോമൻസ് നമ്മൾ പരിശോധിച്ചാൽ 2025 സാമ്പത്തിക വർഷത്തെ നാലാം പാദത്തിൽ 6.1% ഇടിവാണ് KFC രേഖപ്പെടുത്തിയത്. സമാന വർഷത്തിൽ പിസ്സ ഹട്ട് 1% നേരിയ വളർച്ച. ഓവറോൾ ഇന്ത്യ ബിസിനസ് പ്രധാന മെട്രിക്കുകളിൽ ഇടിവ് തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഈ പറഞ്ഞ സെയിം സ്റ്റോർ സെയിൽസ് ഗ്രോത്ത് ഇടിയുന്നതിന് കാരണം, അതായത് ലൊക്കേഷനുകളിലെ ഔട്ട്ലെറ്റിൽ നിന്നും കുറഞ്ഞ റവന്യൂ കമ്പനി ഏൺ ചെയ്യുന്നു എന്നത് തന്നെയാണ് അർത്ഥമാക്കുന്നത്. മാർക്കറ്റ് സാച്ചുറേഷൻ, വർദ്ധിച്ചു വരുന്ന കോമ്പറ്റീഷൻ, ഒപ്പം കൺസ്യൂമർ ബിഹേവിയറിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് കമ്പനിയുടെ പെർഫോമൻസിനെ ബാധിച്ചിട്ടുണ്ട്. നിലവിൽ ദേവയാനി ഇന്റർനാഷണൽ എന്ന കമ്പനി വളരുന്നത് ന്യൂ സ്റ്റോർ അഡീഷനിലൂടെയാണ്. മറിച്ച് നിലവിലുള്ള ലൊക്കേഷൻസിൽ മെച്ചപ്പെട്ട ഉൽപാദനക്ഷമതയില്ലാതെ പുതിയ സ്റ്റോർ അഡീഷനിലേക്ക് ഫോക്കസ് ചെയ്യുന്നത് അല്പം കൺസേണിംഗ് ഫാക്ടർ തന്നെയാണ്. അടുത്തതായി കോസ്റ്റ് ഇൻഫ്ലേഷൻ ആൻഡ് മാർജിൻ കംപ്രഷൻ പരിശോധിക്കാം. ഇന്ത്യയിലെ QSR ഇൻഡസ്ട്രി ഇൻഫ്ലേഷണറി പ്രഷറിലാണ്. റോ മെറ്റീരിയൽ ഇൻഫ്ലേഷൻ, ലേബർ കോസ്റ്റിലുണ്ടാകുന്ന വർധന, റിയൽ എസ്റ്റേറ്റ്, വാടക ചെലവുകൾ എന്നിവയും സമ്മർദ്ദങ്ങൾ പലപ്പോഴും സൃഷ്ടിക്കാറുണ്ട്. നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഈ ചാലഞ്ചസിനെ എല്ലാം ഒരു പരിധിവരെ മറികടക്കാൻ കമ്പനി എന്ത് നടപടിയാണ് കൈക്കൊണ്ടത് എന്ന് പരിശോധിക്കാം. പ്രോഫിറ്റബിലിറ്റി മെച്ചപ്പെടുത്താൻ സ്ട്രാറ്റജിക്കായ പല ചേഞ്ചസും കമ്പനി അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. കുറഞ്ഞ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉപയോഗിച്ച് ചെറുതും എന്നാൽ കൂടുതൽ കാര്യക്ഷമവുമായ സ്റ്റോർ ഫോർമാറ്റുകളിലേക്ക് കമ്പനി മാറുന്നു. ഈ നീക്കം കമ്പനിയെ സമാനമായ റവന്യൂ ലെവൽസ് നിലനിർത്താനും അതോടൊപ്പം തന്നെ ഓരോ ഔട്ട്ലെറ്റിനുമുള്ള ചെലവ് കുറയ്ക്കാനും പ്രാപ്തമാക്കി. കോവിഡിന് ശേഷമുള്ള കൺസ്യൂമർ ബിഹേവിയറും കൂടാതെ ഡെലിവറി, ടേക്ക് അവേ സേവനങ്ങളോടുള്ള കമ്പനിയുടെ അഡാപ്ഷനുമാണ് തന്ത്രപരമായ ഈ മാറ്റം സൂചിപ്പിക്കുന്നത്. ഇതിനൊക്കെ പുറമെ സ്ട്രാറ്റജിക് ഗ്രോത്ത് പില്ലറായി കമ്പനി ഫുഡ് കോർട്ടിനെ ടാർഗറ്റ് ചെയ്യുന്നതാണ് മറ്റൊരു തന്ത്രപരമായ നീക്കം. ഫുഡ് ഓൺ ദ ഗോ എന്ന കമ്പനിയുടെ ഇനീഷ്യേറ്റീവ് PVR ഐനോക്സുമായുള്ള പാർട്ട്ണർഷിപ്പാണ്. രാജ്യവ്യാപകമായി ഷോപ്പിംഗ് മാളുകളിൽ ഫുഡ് കോർട്ടുകൾ പ്രവർത്തിപ്പിക്കുന്നതിനായി കമ്പനി 51:49 എന്ന ജോയിന്റ് വെഞ്ചറിലും ഏർപ്പെട്ടിട്ടുണ്ട്. നമുക്കിനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കമ്പനിയുടെ മെർജർ പ്രപ്പോസൽസ് നോക്കാം. ഇന്ത്യയിലെ KFCയുടെയും പിസ്സ ഹട്ടിന്റെയും പ്രവർത്തനങ്ങൾ ഏകീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ദേവയാനി ഇന്റർനാഷണലും സഫയർ ഫുഡ്സും തമ്മിലുള്ള ലയനത്തിനായുള്ള ചർച്ചകൾ ബ്രാൻഡുകൾ സജീവമായി നടത്തുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ദേവയാനി ഇന്റർനാഷണൽ പോലെ തന്നെയുള്ള ഇന്ത്യയിലെ ബ്രാൻഡുകളുടെ പ്രധാന ഫ്രാഞ്ചൈസിയാണ് സഫയറും. ഈ മെർജർ സാധ്യമായാൽ ഷെയർ സ്വാപ്പ് അഗ്രിമെന്റ് വഴി 1:3 എന്ന അനുപാതത്തിലായിരിക്കും മെർജർ. അതായത് സഫയർ ഫുഡ്സിന്റെ 3 ഓഹരികൾ ഉള്ള നിക്ഷേപകർക്ക് ഒരു ദേവയാനി ഇന്റർനാഷണലിന്റെ ഓഹരി എന്ന നിലയിലായിരിക്കും കാര്യങ്ങൾ പോവുക. അതോടൊപ്പം തന്നെ ലയനത്തിന്റെ ഭാഗമായി ദേവയാനി ഇന്റർനാഷണൽ സഫയർ ഫുഡ്സിൽ നിന്ന് KFCയുടെയും പിസ്സ ഹട്ടിന്റെയും എല്ലാ ഫ്രാഞ്ചൈസി റൈറ്റ്സും ഏറ്റെടുക്കുകയും ചെയ്യും. അല്ലെങ്കിൽ ഇന്ത്യയിലുടനീളമുള്ള എല്ലാ KFC ഔട്ട്ലെറ്റുകളും ദേവയാനിയുടെ ബ്രാൻഡിന് കീഴിൽ കൊണ്ടുവരുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇരു കമ്പനികളുടെ ഷെയർ ഹോൾഡേഴ്സിനും മൾട്ടിപ്പിൾ സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജസ് നൽകുന്നതായിരിക്കും ഈ ലയനം. മെർജർ സക്സസ് ആയാൽ ഓപ്പറേഷണൽ ബെനിഫിറ്റ്സ് എന്ന നിലയിൽ ദേവയാനി ഇന്റർനാഷണലിന്റെ സപ്ലൈ ചെയിൻ മെച്ചപ്പെടുത്താനും ഇരു കമ്പനികളുടെ ടെക്നോളജി ഇന്റഗ്രേറ്റ് ചെയ്യാനും സാധിക്കും. ഫൈനാൻഷ്യൽ ആസ്പെക്ട്സ് പരിശോധിച്ചാൽ കോസ്റ്റ് റിഡക്ഷൻ, നെഗോഷിയേറ്റിംഗ് പവർ, ക്യാപിറ്റൽ എഫിഷ്യൻസി, മാർജിൻ എൻഹാൻസ്മെന്റ് എന്നീ തലങ്ങളിൽ കൂടുതൽ ഫോക്കസ് നടത്താൻ കമ്പനിക്ക് കഴിയും. ഇന്ത്യയുടെ ഡൈനമിക് QSR സെക്ടറിൽ കോംപ്ലക്സ് ആയ ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസിഷനാണ് ദേവയാനി ഇന്റർനാഷണൽ എന്ന കമ്പനി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബ്രാൻഡ് ഫ്രാഞ്ചൈസ് എന്ന നിലയിൽ
കമ്പനി ശക്തമായ വിപണി സ്ഥാനം തെളിയിക്കുന്നുണ്ട്. സമീപകാല ഏറ്റെടുക്കലുകളിലൂടെ ഗണ്യമായ തോതിലുള്ള നേട്ടങ്ങളും ഇന്റർനാഷണൽ ഡൈവേഴ്സിഫിക്കേഷനും ഈ കമ്പനിക്കുണ്ട്. എന്നിരുന്നാലും സ്ഥിരമായ പ്രോഫിറ്റബിലിറ്റി ചലഞ്ചുകളും മാർജിൻ സമ്മർദ്ദങ്ങളും കോമ്പറ്റേറ്റീവ് ഹെഡ്വിൻസും നിലനിൽക്കെ ഇൻവെസ്റ്റേഴ്സ് വളരെ കൃത്യതയോടെ വേണം തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ. കമ്പനിക്ക് ഏറ്റവും നിർണായകമായ സഫയർ ഫുഡ്സുമായുള്ള ലയനം ഒരുപോലെ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് റിസ്ക് നിറഞ്ഞതാണ്. QSR ഇൻഡസ്ട്രിയുടെ ദീർഘകാല വളർച്ചാ സാധ്യതകൾ അട്രാക്റ്റീവായി തുടരുകയാണ്. പക്ഷേ മാറിക്കൊണ്ടിരിക്കുന്ന കൺസ്യൂമർ പ്രിഫറൻസസ്, ടെക്നോളജിക്കൽ ഡിസ്ട്രപ്ഷൻ, മേഖലയിൽ വർദ്ധിക്കുന്ന കോമ്പറ്റീഷൻ എന്നിവയുമായി കമ്പനികൾ പൊരുത്തപ്പെടേണ്ടതുണ്ട്. ലോസസ് ആർ ടെമ്പററി, നോട്ട് സ്ട്രക്ചറൽ എന്ന കാര്യം മാത്രം നിക്ഷേപകർ ഓർക്കുക. ഈ പറഞ്ഞ വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യത്തിലും അസറ്റ് ലൈറ്റ് മോഡലിൽ പ്രവർത്തിക്കുന്ന ദേവ്യാനി ഇന്റർനാഷണൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 40% റവന്യൂ ഗ്രോത്ത് ആണ് തന്നത്. കമ്പനിയുടെ അഗ്രസീവായ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി തന്നെയാണ് ഈ കമ്പനിയിൽ പ്രതീക്ഷ നൽകുന്ന ഘടകം. കമ്പനിയുടെ ബിസിനസ് മോഡലാണ് ഞങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നത്. ഈ ഫണ്ടമെന്റൽസ് തൃപ്തികരമാണെങ്കിൽ ഇത്തരം മേഖലകളിൽ നിക്ഷേപ സാധ്യത തിരയുന്ന ഇൻവെസ്റ്റേഴ്സിന് വാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഓഹരിയാണ് ദേവയാനി ഇന്റർനാഷണൽ. പ്രേക്ഷകർ ഓർക്കുക, ഭാവിയിൽ പോസിബിൾ അപ്മൂവ് ഉണ്ടാകാൻ സാധ്യതയുള്ള വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ് ദേവയാനി ഇന്റർനാഷണൽ എന്ന കമ്പനി. തീർച്ചയായും നിക്ഷേപം നടത്തുന്നതിന് മുൻപ് ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റിന്റെ അഡ്വൈസ് സ്വീകരിക്കുക. ഇതൊരു സ്റ്റോക്ക് അഡ്വൈസ് അല്ല, മറിച്ച് ഇൻഫർമേഷൻ പർപ്പസ് മാത്രമാണ്. ഇത്തരം വളർച്ചാ സാധ്യതകളുള്ള സ്റ്റോക്സുമായി വീണ്ടും സ്റ്റോക്ക് ഡിസ്കവറിയുടെ മറ്റൊരു എപ്പിസോഡിൽ കാണാം. സ്റ്റേ ട്യൂൺഡ്.